Good afternoon. We will discuss recording of transaction 2. That is single column cash book. Important special journal number. That is important special journal. First one is cash book. Cash book is cash book. First one is single column cash book. Single column cash book we will see in video. Double column cash book. Single column cash book ചെറിയ സ്ഥാപനങ്ങൾക്കൊക്കെ യോജിച്ചതാണ്. അപ്പോൾ വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ കൂടുതൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒക്കെ വരും. അപ്പോൾ ബാങ്ക് ഇടപാടുകളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബാങ്ക് കോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ യോജിച്ചതാണ്. അപ്പോൾ വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ കൂടുതൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒക്കെ രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ബാങ്ക് കോൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ ബാലൻസും ബാങ്കിലുള്ള ക്യാഷ് ബാലൻസും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, സിംഗിൾ കോളത്തിൽ നിന്നും വ്യത്യസ്തമായി ഇതിൻ്റെ പ്രത്യേകത കോൺട്രാ എൻട്രികളാണ്. സിംഗിൾ കോളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ പ്രത്യേകത കോൺട്രാ എൻട്രികളാണ്. കോൺട്രാ എൻട്രി ഓക്കെ. അപ്പോൾ സിംഗിൾ കോളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഡബിൾ കോളത്തിൻ്റെ പ്രത്യേകത കോൺട്രാ എൻട്രീസ്. കോൺട്രാ എൻട്രീസ് അപ്പോൾ ഇതിലാകുമ്പോൾ നേരത്തെ സിംഗിൾ കോളത്തിൽ നമ്മൾ വരുന്ന ക്യാഷിൽ ഡെബിറ്റ് ചെയ്ത് പോകുന്ന ക്യാഷ് പിന്നെന്ത് ചെയ്തു, ക്യാഷിൽ ക്രെഡിറ്റും ചെയ്യുക. അതേപോലെ തന്നെ ബാങ്കിലേക്ക് വരുന്ന ക്യാഷ് ബാങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് പോകുന്ന ക്യാഷ് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോളം എന്ന് പറയുന്നത് ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, റിസീപ്റ്റ് നമ്പർ, നേരത്തെ നമ്മൾ എഴുതുന്ന LF ലെഡ്ജർ ഫോളിയോ, ഒരു ക്യാഷ് ബാങ്ക്. ഡബിൾ കോളം ആകുമ്പോൾ ക്യാഷിൻ്റെ കൂടെ ഒരു ബാങ്ക് കോളം എക്സ്ട്രാ വരും. പിന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ. ഇവിടെ റിസീപ്റ്റ് നമ്പർ എഴുതുന്നു, ഇവിടെ നിന്നാണ് വൗച്ചർ നമ്പറാണ്. ബില്ല് പേ ചെയ്യുന്ന ബില്ലിൻ്റെ നമ്പർ ചെയ്യുന്ന വൗച്ചർ നമ്പർ. പിന്നെ LF ലെഡ്ജർ ഫോളിയോ, ക്യാഷ് ബാങ്ക്, ഇവിടെ ഒരു ബാങ്ക് കോളം എക്സ്ട്രാ വരും. ഇപ്പോൾ സിംഗിൾ കോളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഡബിൾ കോളത്തിൻ്റെ ഒരു ബാങ്ക് കോളം രണ്ട് സൈഡിൽ എക്സ്ട്രാ വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബാങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ബാങ്കിലേക്ക് വരുന്ന ക്യാഷ് ബാങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് പോകുന്ന ക്യാഷ് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്യാഷ് കോളത്തിൽ നമ്മൾ കയ്യിലേക്ക് ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷിൽ ഡെബിറ്റ് ചെയ്യുക, കയ്യിൽ നിന്ന് പോകേണ്ട ക്യാഷ് എന്ത് ചെയ്യുക, ക്യാഷിൽ ക്രെഡിറ്റും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കോൺട്രാ എൻട്രീസ് ആണ്. ഡബിൾ കോളത്തിൽ എന്താ കോൺട്രാ എൻട്രീസ്? ക്യാഷും ബാങ്കും വരുന്ന എൻട്രികളാണ് കോൺട്രാ എൻട്രീസ്. ഒരു ട്രാൻസാക്ഷനിൽ ഇപ്പോൾ ബാങ്കിലേക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ ആ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുക, അതാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. ഒരു ജേണൽ എൻട്രിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, ഒരു ഭാഗത്ത് ക്യാഷും ഒരു ഭാഗത്ത് ഡെബിറ്റ് സൈഡിൽ ക്യാഷും അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക്, ഏതെങ്കിലും ഓപ്പോസിറ്റ് ക്യാഷും ബാങ്കും വരുന്ന എൻട്രികൾ നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് deposited into bank. Cash deposited into bank. ഇതിന് ജേണൽ എൻട്രി എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. ഇതിൽ ബാങ്കും ഉണ്ട് ക്യാഷും ഉണ്ട്, ഒരു സൈഡിൽ ക്യാഷും ഉണ്ട് ഒരു സൈഡിൽ ബാങ്കും ഉണ്ട്. അനദർ എക്സാമ്പിൾ ക്യാഷ് വിഡ്യൂ ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്യൂ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു. എന്ത് വരാം, ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾക്ക് അറിയാം, ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചാൽ ബിസിനസിൻ്റെ കയ്യിലുള്ള ക്യാഷ് കൂടാണ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വരാണ്, ക്യാഷ് കൂടി അസറ്റ് കൂടി റൂൾസ് ഡെബിറ്റ്, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ബാങ്ക് എന്നാണ് അസറ്റ് കുറയുമ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. മീൻസ് ഇതിൽ പറയുന്നത് വേണ്ട, ഒരു സൈഡിൽ ക്യാഷും ബാങ്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്യാഷും ബാങ്കും വരുന്ന എൻട്രികളാണ് കോൺട്രാ എൻട്രീസ്. ഒരു സൈഡിൽ ക്യാഷും വേണം, മറ്റു സൈഡിൽ ബാങ്കും വേണം. അങ്ങനത്തെ എൻട്രി നമ്മൾ എന്ത് പറയും, കോൺട്രാ എൻട്രീസ്. ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് രണ്ട് സൈഡിലും വരും. ഇത് കോൺട്രാ എൻട്രികൾ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും വരും, ക്രെഡിറ്റ് സൈഡിലും വരും. അത് എങ്ങനെ വരുന്നു എന്ന് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കുക, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷും ബാങ്കും ഉള്ള ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലേ. നമ്മൾ നേരത്തെ സിംഗിൾ കോളത്തിൽ റെക്കോർഡ് ചെയ്ത പോലെ തന്നെ വരുന്ന ക്യാഷ് ഡെബിറ്റ് ചെയ്യുക, പോകുന്ന ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ ബാങ്കിലേക്ക് വരുന്നത് ബാങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് പോകുന്നത് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ കാണുന്നവർ
ഈ വീഡിയോ കാണുന്നവർ ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മൾ ക്യാഷിൻ്റെ ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിലുള്ള ക്യാഷ് ബാലൻസ് 1900. ബാങ്ക് ബാലൻസ് ക്യാഷ് അറ്റ് ബാങ്ക് ബാലൻസ് 4300. ഇത് ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലുള്ള ക്യാഷ് ബാലൻസ്, ക്യാഷ് അറ്റ് ബാങ്ക് പറഞ്ഞാൽ ബാങ്കിലുള്ള ബാലൻസ്. ഇപ്പോൾ ക്യാഷ് ആണെങ്കിലും ബാങ്ക് ആണോ അതിൻ്റെ ബാലൻസ് ഇവിടെ കൊടുക്കുക, ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുക. അതിന് ഏത് ഓപ്പണിംഗ് ബാലൻസ് സാറിന് എവിടെ ഉണ്ടാവുക, അസറ്റാണ്. അസറ്റിന് എന്ത് ബാലൻസ് ആണ്? ഞാൻ പറഞ്ഞു അസറ്റ് കൂടിയ ഡെബിറ്റ്. അപ്പോൾ അസറ്റിൻ്റെ ബാലൻസ് എന്താ, ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ കൊടുക്കുക, ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുക കേട്ടോ. പിന്നെ അപ്പോൾ അതെങ്ങനെ പോസ്റ്റ് ചെയ്ത് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കൊടുക്കുക. ഫസ്റ്റ് ഡേറ്റ് എന്നാണ് June 1 അല്ലേ, ജൂൺ ഡേറ്റ് കൊടുക്കുക June 1. ഓപ്പണിംഗ് ബാലൻസിലോട്ട് നമ്മൾ എന്താ എഴുതുക, ബാലൻസ് ബ്രോഡൗൺ അല്ലേ, അല്ലെ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിൻ്റെ ക്യാഷിലും ബാങ്കിൻ്റെ ബാങ്കിലും കൊടുക്കുക. ക്യാഷിൻ്റെ ബാലൻസ് എത്ര, ക്യാഷിൻ്റെ ഹാൻഡ് നമ്മൾ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് 1900 അല്ലേ. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ കയ്യിലുള്ള ബാലൻസ് ബാങ്ക് കോളത്ത് കൊടുക്കുക 4300. ഓക്കെ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ പറഞ്ഞത്, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് വാങ്ങി പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് ബാങ്കിനായിട്ട് ബന്ധം കാണില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 1200. അപ്പോൾ അത് പേയ്മെൻറ്റ്സ് ആണോ റിസീപ്റ്റ്സ് ആണോ, ബിസിനസിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകണോ വരികയാണോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് പേയ്മെൻറ്റ്സ് ആണല്ലേ. ക്യാഷ് കൊടുത്തിട്ട് സാധനം വാങ്ങാം. പേയ്മെൻറ്റ്സ് ആകുമ്പോൾ ഇവിടേക്ക് ക്യാഷിൽ ക്രെഡിറ്റിലാണ് വരിക. നമ്മൾ സിംഗിൾ കോളത്തിൽ പഠിച്ചിട്ടുണ്ട് പേയ്മെൻറ്റ്സ് അല്ല, ബിസിനസിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയാൽ അസറ്റ് പോയി, അസറ്റ് കുറഞ്ഞ റൂൾസ് ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ വരിക ആ ക്യാഷ് നമ്മൾ ക്രെഡിറ്റിൽ ക്യാഷ് കോളത്തിലാണ് കൊടുക്കേണ്ടത്. എത്ര എമൗണ്ട്, 1200 അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക നമുക്കറിയാം, പർച്ചേസ് അല്ലേ. അതിൻ്റെ ക്യാഷിന് ഓപ്പോസിറ്റ് എന്താ വരിക, പർച്ചേസ്. ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് എത്രയാണ്, 3. ഡേറ്റ് 3 അല്ലേ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ കൂടെ തന്നെ എഴുതുക. ആദ്യം തന്നെ ഇത് ഈ ക്വസ്റ്റ്യനൊക്കെ എഴുതി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ കൂടെ ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ തേർഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, 5th ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് വിറ്റപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയിട്ട്, അതും ബാങ്കിനായിട്ട് ബന്ധമല്ലേ അല്ലേ. അപ്പോൾ നേരത്തെ സിംഗിൾ കോളത്തിൽ പറഞ്ഞ അതേ ട്രാൻസാക്ഷനാണ്. നമ്മൾ ക്യാഷ് കിട്ടുമ്പോൾ ബിസിനസിൻ്റെ ക്യാഷ് എന്ത് ചെയ്തു, സാധനം വിൽക്കുമ്പോൾ ക്യാഷ് കൊണ്ട് വരികയാണ്, അസറ്റ് ക്യാഷ് കിട്ടുമ്പോൾ ബിസിനസിൻ്റെ ക്യാഷ് കൂടി എന്ത് കൂടി, ക്യാഷ് എന്തിന് എക്സാമ്പിൾ, അസറ്റ്സ് കൂടി എന്ന റൂൾസ് എന്ന ഡെബിറ്റ്. അപ്പോൾ ആ ക്യാഷ് ഇവിടെ തന്നെ കൊടുക്കുക, ഡെബിറ്റിലാണ്, ക്യാഷ് കൊണ്ട് വരികയാണ്, അത് മനസ്സിലായി. അപ്പോൾ എത്രയാണ് എമൗണ്ട്, 3000 അല്ലേ. പിന്നെ അതിൻ്റെ ക്യാഷിന് ഓപ്പോസിറ്റ് എന്താ അവിടെ ഉള്ളത്, സെയിൽസ്. ഡേറ്റ് 5th. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാങ്കിങ് ട്രാൻസാക്ഷൻ വന്നാലേ ബാങ്കിൽ എന്ത് ചെയ്യണുള്ളൂ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അല്ലാത്ത ക്യാഷ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ക്യാഷിലാണ് എഴുതുക. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 7th 7ാം തീയതി ട്രാൻസാക്ഷൻ പെയ്ഡ് സജീവ് ബൈ ചെക്ക് ആണോ. സജീവിന് ചെക്ക് കൊടുത്തു, സജീവിന് ചെക്ക് പെയ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ പേയ്മെൻറ്റ്സ് ആണ്. അപ്പം തന്നെ മനസ്സിലായി ക്രെഡിറ്റിലാണ് വരിക. ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ ഇവിടുന്ന് പൈസ പോകണ്ട്, ബാങ്കിൽ നിന്ന് പോകണ്ട്. ബാങ്കിൽ ക്യാഷ് പോയാൽ ബാങ്ക് കുറയില്ലേ, ബാങ്ക് തന്നെ അസറ്റ് കുറയില്ലേ, ബാങ്ക് തന്നെ അസറ്റ് കുറഞ്ഞാൽ ആ അസറ്റ് നമ്മളിത് ക്രെഡിറ്റ് ചെയ്യണം. ആ ബാങ്കിൽ ആ തുക നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എത്ര എമൗണ്ട് കൊടുത്ത്, സജീവിന് എത്ര ചെക്ക് കൊടുത്ത്, 2250 അല്ലേ. പിന്നെ സജീവിന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ബാങ്കിന് ഓപ്പോസിറ്റ് എന്താ വരിക, അതിന് സജീവാണ് വരിക. അപ്പോൾ സജീവിന് നമ്മൾ എന്ത് ചെയ്യുക, സജീവ് എന്ന് എഴുതാം. പർട്ടിക്കുലർ സ്കൂളിൽ സജീവ് എന്ന് കൊടുക്കുക. ഡേറ്റ് എത്രയാണ്, 7. ഇപ്പം ഇത് കൊടുത്തെങ്ങനെ സംശയം ഉണ്ടോ, നമ്മൾ സജീവിന് ചെക്ക് കൊടുത്താൽ ചെക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ബാങ്കിലാണ് കുറയേണ്ടത്, ബാങ്ക് തന്നെ അസറ്റാണ് കുറയേണ്ടത്, ചെക്കല്ല കൊടുക്കണ്ടേ. ബാങ്ക് അസറ്റ് കുറഞ്ഞ ആ അസറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് എന്താ, സജീവ്. ഇതിന് എൻഡ് എന്ത് വരിക, സജീവ് അക്കൗണ്ട് അറ്റ് ബാങ്ക് എന്ന് വരിക. സജീവിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ ചിന്തിക്കുന്നത്, സജീവിനെ ഡെബിറ്റ് ചെയ്യാനുള്ള എന്താ, സജീവ് നമുക്ക് ചെക്ക് തരണമെങ്കിൽ സജീവിന് നമ്മൾ ചെക്ക് കൊടുക്കണം. സജീവ് നമ്മൾ ആരായിരിക്കും, നമ്മൾ നേരത്തെ നമ്മളെ ലാബിലിറ്റി ആയിരിക്കും. ചെക്ക് തരുന്നതോട് കൂടിയാണ് ആ ലാബിലിറ്റി കുറഞ്ഞ റൂൾസ് എന്താ, ഡെബിറ്റ്. അതുകൊണ്ടാണ് സജീവിനായ എൻട്രി ഡെബിറ്റ്, സജീവ് അക്കൗണ്ട് അറ്റ്
ബാങ്ക്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, 10th ട്രാൻസാക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റിസീവ്ഡ് ചെക്ക് ഫ്രം രാജു. രാജുവിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങിയിട്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്സ്. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അത് ഒരിക്കലും കോൺട്രാൻഡി അല്ല, ക്യാഷും ബാങ്കും വരുന്നില്ല. ഒരേ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഡേറ്റിൽ നമ്മൾ ചെക്ക് വാങ്ങിയിട്ട് അതേ ഡേറ്റിൽ തന്നെ കൊടുത്താൽ കോൺട്രാ ആവില്ല. 2 ഡേറ്റിൽ വരുമ്പോഴേ കോൺട്രാ ആവുള്ളൂ. അപ്പോൾ ഒരു ഡേറ്റിൽ വാങ്ങിയിട്ട് ഒരു ഡേറ്റിൽ ചെക്ക് വാങ്ങി രണ്ടാമത്തെ ഡേറ്റിൽ കൊടുക്കുമ്പോൾ എന്താണ് കോൺട്രാ. ഒരേ ഡേറ്റിൽ തന്നെ ചെക്ക് വാങ്ങിയിട്ട് ആ ഡേറ്റ് അതിൻ്റെ എൻട്രി എന്താ ശരിക്കും വരിക? രാജുവിൻ്റെ അടുത്ത് ചെക്ക് റിസീവ് ചെയ്തിട്ട് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാങ്കിലാണ് കൂടേണ്ടത്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടി ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക. പിന്നെന്താണ് രാജു എന്ന് പറഞ്ഞാൽ രാജു നമുക്ക് എന്തുകൊണ്ടാണ് ചെക്ക് തരും? രാജു നമ്മളെ ഡെപ്റ്റർ ആയിരിക്കും. രാജു എന്ന് പറഞ്ഞാൽ അസറ്റ് കുറയാണ്. ആ അസറ്റ് കുറയുമ്പോൾ റൂൾസ് എന്താണ്? ക്രെഡിറ്റ് ആണ്. അപ്പോൾ രാജുവിന് അവിടെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് ടു രാജു എന്നാണ് വരുന്നത്, എൻഡി വരാം. അപ്പോൾ ആ ബാങ്കിൽ ആ തുക എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യാം. ബാങ്കിലേക്ക് ക്യാഷ് വരികയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബാങ്കിലേക്ക് ക്യാഷ് വരികയാണ്. രാജുവിൻ്റെ അടുത്ത് ചെക്ക് റിസീവ് ചെയ്തിട്ട് ബാങ്കിലേക്ക് ക്യാഷ് വരിക. അപ്പോൾ ബാങ്കിന് എന്ത് ചെയ്യുക? നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ബാങ്കിൽ ആ തുക ഡെബിറ്റ് ചെയ്യണം. എത്രയാണ് എമൗണ്ട്? 3100. 3100 ടു രാജു എന്ന് കൊടുക്കുക കേട്ടോ. രാജു. ഡേറ്റ് 10th, 10th തീയതി. അപ്പോൾ ഒരേ ഡേറ്റിൽ വന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ ഡേറ്റിൽ വന്നാൽ ഒരേ ഡേറ്റിൽ ചെക്ക് റിസീവ് ചെയ്ത് കാണാം. അതേ ഡേറ്റിൽ തന്നെ ബാങ്ക് കൊടുത്താൽ ഒരിക്കലും കോൺട്രാ ആവുന്നില്ല. അപ്പോൾ എന്താ വരിക? അയാളെ പേര് കൊടുക്കുക, ബാങ്കിൽ ആ തുക ഡെബിറ്റിൽ വരും. എൻഡ് വരുന്നത് എന്താ? ബാങ്ക് ടു രാജു എന്നാണ്. ബാങ്ക് ടു രാജു. ഈ 2 ഡേറ്റിൽ വന്നാൽ എങ്ങനെ കോൺട്രാ ആവുമെന്ന് ഇവിടെ പറയാം. ഫോർ എക്സാമ്പിൾ 2 ഡേറ്റിൽ വന്നാൽ എങ്ങനെ കോൺട്രാ ആവുക? ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ ഒരു ഡേറ്റിൽ എന്ത് ചെയ്തു? എക്സാമ്പിളാണ്, ഒരു എക്സാമ്പിൾ. അപ്പോൾ 10th തീയതി ഇതിലുള്ള ട്രാൻസാക്ഷൻ ഒരു എക്സാമ്പിൾ. രാജു ചെക്ക് റിസീവ്ഡ് ഫ്രം രാജു. ചെക്ക് റിസീവ്ഡ് ഫ്രം രാജു. രാജുവിൻ്റെ അടുത്ത് നമ്മൾ ചെക്ക് റിസീവ് ചെയ്തു. ഒരു 10,000 റിസീവ് ചെയ്തു. ഒരു ഡേറ്റ്. ഇത് എന്നാ ഡേറ്റ്? 10th തീയതി. 11th തീയതി ആ ചെക്ക് എന്ത് ചെയ്തു? ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഈ 2 ഡേറ്റിൽ വന്നാൽ എങ്ങനെ കോൺട്രാ ആവുന്നു എന്നാണ് പറയുന്നത്. ഒരേ ഡേറ്റിൽ വന്നാൽ ഒരിക്കലും കോൺട്രാ ആവില്ല. അതെന്ത്? ബാങ്കിൽ കൂടിയതായിട്ട് കാണിക്കുന്നു. രാജു ഡെപ്റ്റർ കുറഞ്ഞതായിട്ട് ഇവിടെ കാണിക്കുകയും ചെയ്യും കേട്ടോ. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ രാജുവിൻ്റെ അടുത്ത് ചെക്ക് റിസീവ് ചെയ്തിട്ട് ബാങ്ക് കൊടുക്കും. ബാങ്ക് തന്നെ അസറ്റ് കൂടാണ്. അസറ്റ് കൂടിയ ഡെബിറ്റ് ആണ്. അതുകൊണ്ടാണ് ബാങ്കിൽ ഡെബിറ്റിൽ കൊടുക്കേണ്ട തുക അല്ലേ? ഓപ്പോസിറ്റ് രാജു. പിന്നെ എങ്ങനെ 2 ഡേറ്റിൽ വന്നാൽ അത് കോൺട്രാ ഒന്ന് നോക്കാം. അപ്പോൾ 10th തീയതി ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ എന്താ വേണ്ടി വരിക? ക്യാഷ് ടു രാജു. ചെക്കാണെന്ന് കരുതിയിട്ട് ഇവിടെ എന്തെങ്കില ബാങ്ക് വരില്ല. കാരണം ചെക്ക് റിസീവ് ഇപ്പോൾ ഇന്ന് 10th തീയതി ചെക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ക്യാഷ് ടു രാജു എന്നാണ് പറയാം. അപ്പോൾ ഈ എൻട്രിക്ക് നമ്മളെന്താ പറയുക? ഇതിന് നമ്മളെന്താ പറയുക? ക്യാഷ് ടു രാജു എന്നാണ് പറയാം കേട്ടോ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു രാജു എന്നാണ് പറയാം. ഇനി ഇപ്പം നമ്മളവിടെ ക്യാഷ് കൂടിക്കിടക്കുക. ഈ എൻട്രി നോക്കുമ്പോൾ പറയാം ക്യാഷ് കൂടിക്കിടക്കും. ഇതിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെക്ക് റിസീവ്ഡ് ഫ്രം രാജു എന്ന് പറഞ്ഞാൽ ചെക്ക് എന്ന് കരുതിയിട്ട് നമ്മൾ ബാങ്കിൽ ഡെബിറ്റ് ചെയ്യില്ല. ഇന്ന് ചെക്ക് റിസീവ് നമ്മൾ രാജുവിൻ്റെ ഇന്ന് 10th തീയതി ചെക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ക്യാഷ് കിട്ടിയതായിട്ട് കണക്ക്. അപ്പോൾ എൻട്രി വരിക ക്യാഷ് ടു രാജു എന്നാണ് വരിക. ഓക്കെ, ക്യാഷ് ടു. അപ്പോൾ ക്യാഷ് അവിടെ കൂടിക്കിടക്കുക. ഇനി 11th തീയതി ആ ചെക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് കൊടുക്കുക. ആ 10,000 ചെക്ക് 11th തീയതി ബാങ്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ കയ്യിലുള്ള ക്യാഷ് കുറയും ചെയ്യും. ബാങ്ക് തന്ന അസറ്റ് കൂടും ചെയ്യും അല്ലേ? അപ്പോൾ ബാങ്ക് തന്ന അസറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആ ബാങ്കിന് അവിടെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഈ ചെക്ക് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ക്യാഷ് കിട്ടിയതായിട്ടാണ് നമ്മൾ കാണിച്ചത്. ആ ക്യാഷ് ബാങ്കിലേക്ക് കൊടുക്കുക. ആ ചെക്ക് ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ക്യാഷ് കുറയും ചെയ്യും. അപ്പോൾ ക്യാഷ് തന്ന അസറ്റ് പറഞ്ഞാൽ ക്രെഡിറ്റ് അല്ലേ? അപ്പോൾ ആ ക്യാഷിന് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോഴാണ് കോൺട്ര വരുന്നത് കേട്ടോ. ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. മനസ്സിലായോ? ഇങ്ങനെയാണ് കോൺട്ര. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഡേറ്റിൽ ചെക്ക് കിട്ടിയിട്ട് അതേ ഡേറ്റിൽ തന്നെ കൊടുത്താൽ കോൺട്ര ആവില്ല. ബാങ്ക് കൂടുതലായിട്ട് കാണിക്കും, അയാളെ പേരോടെ കാണിക്കും. ഈ 2 ഡേറ്റിൽ വന്നാൽ ഇതേപോലെ 2 ഡേറ്റിൽ വരുമ്പോൾ കോൺട്ര വരാൻ എങ്ങനെ വരുന്നു എന്നാണ് ഈ വ്യക്തമാക്കി തന്നത്. അപ്പോൾ 10th തീയതി ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ എന്താ വേണ്ടി വരിക? ക്യാഷ് ടു രാജു എന്ന് വരിക. ബാങ്ക് വരില്ല. നമ്മൾ ചെക്ക് ക്യാഷ് നമുക്ക് കിട്ടിയതായിട്ടാണ് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. ചെക്ക് ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ 11th തീയതി കൊടുക്കുമ്പോൾ ആ ക്യാഷ് ഇവിടെ കുറയും ചെയ്യും. ആ ക്യാഷ് ഇവിടെ ക്യാഷ് ഡെബിറ്റ് ആ ക്യാഷ് ഇവിടെ കുറയും ചെയ്യും. ബാങ്ക് തന്നെ അസറ്റ് കൂടും ചെയ്യും. അപ്പോൾ അത് കോൺട്ര ആവും. 2 ഡേറ്റിൽ വരുമ്പോഴാണ് കോൺട്ര ആവുന്നത്. അപ്പോൾ അതാണ് ഞാൻ വ്യക്തമാക്കി തന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇവിടെ ഒരേ ഡേറ്റിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഒരേ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നത്? ചെക്ക് റിസീവ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും? രാജു എന്ന് എഴുതിയിട്ട് ബാങ്കിൽ ഡെബിറ്റ് ചെയ്ത് കോൺട്ര എഴുതാതിരുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാഷും ബാങ്ക് ഇപ്പോൾ വീഡിയോ കാണുന്നവർ പ്രത്യേകം നോട്ട് ചെയ്യാം. മലയാളത്തിൽ തന്നെ പറയുന്നത് ക്യാഷും ബാങ്ക്, ഒരു എൻട്രിയിൽ ക്യാഷും ബാങ്കും ഉണ്ട്. ആ എൻട്രി കോൺട്രാ ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എഴുതി കാണിച്ചു തന്നു. അത് എഴുതുമ്പോൾ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക, വീഡിയോ കാണുന്നവർ എഴുതി വെക്കുക. കാരണം ഒരു ഡബിൾ കോളത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ കോൺട്രാ എൻട്രി ഉണ്ടാവുന്നത് മസ്റ്റാണ്. പിന്നെ +1 വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചോദിക്കും. ഈ ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ജേണലിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, എന്തായാലും ഡബിൾ കോളം ചോദിക്കലുണ്ട്. ചിലപ്പോൾ ഡബിൾ കോളത്തിൻ്റെ കൂടെ ചിലപ്പോൾ സെയിൽസ് ബുക്കോ പർച്ചേസ് ബുക്കോ അതും ചോദിക്കലുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡബിൾ കോളത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കോൺട്രാ എൻട്രി നിർബന്ധമായിട്ട് വരും. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷും ബാങ്കും വരുന്ന എൻട്രികളാണ് ഇപ്പോൾ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് വന്നാൽ പോലെ ഒരു ഭാഗത്ത് ക്യാഷ് ഒരു ഭാഗത്ത് ബാങ്കും വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പിന്നെ 10-ാം തീയതി പറയും റിസീവ്ഡ് എ ചെക്ക് ഫ്രം രാജു ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 3000 രൂപ. രാജുവിൻ്റെ അടുത്ത് ചെക്ക് റിസീവ് ചെയ്തിട്ട് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് കൂടി ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ഓപ്പോസിറ്റ് രാജു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഡെപ്റ്റർ കുറഞ്ഞു. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? ഡെപ്പോസിറ്റഡ് ഇൻ ക്യാഷ് ഇൻ ടു ബാങ്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെപ്പോസിറ്റഡ് ക്യാഷ് 13-ാം തീയതി ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു. അപ്പോൾ അതിൻ്റെ എൻട്രി എന്താ ആദ്യം നോക്കുക. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രി നോക്കുക. കോൺട്രാ എൻട്രി ആണ്, കണ്ട, ബാങ്ക് ടു ക്യാഷ് അല്ലേ. അപ്പോൾ അത് എൻട്രി എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് പഴക്കൂല. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് എൻട്രി നോക്കുക. ബാങ്ക് അക്കൗണ്ട് 13-ാം തീയതി ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. അതിന് എൻട്രി എന്താ വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അല്ലേ, അതിൽ എന്തുണ്ട്? ബാങ്കും ഉണ്ട് ക്യാഷ് ഉണ്ട്. അതാണ് കോൺട്രാ എൻട്രി. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് കാര്യങ്ങൾ നേരത്തെ ജേണലൊക്കെ നമ്മൾ ചെയ്താണല്ലോ. അതിന് എൻട്രി വരുന്നത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് കൂടെ അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് കുറയും. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയും, അതിന് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കോൺട്രാ പോസ്റ്റ്? കോൺട്രാ ഞാൻ പറഞ്ഞു, കോൺട്രാ എൻട്രി ഈ ബാങ്കും ക്യാഷും കോൺട്രാ എൻട്രി വന്നാൽ ഡെബിറ്റ് സൈഡിലും വരും ക്രെഡിറ്റ് സൈഡിലും. എങ്ങനെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ആദ്യം ഇതിന് 2 എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ പഴക്കുമല്ലോ. എൻട്രി വരുന്നത് ബാങ്ക് ടു ക്യാഷ് അല്ലേ. 2 എപ്പോഴും ഇങ്ങോട്ട് ഡെബിറ്റിക്കാണ് എടുത്തത്. ഏറ്റവും ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ ഡെബിറ്റിക്ക് എടുത്ത് ചെയ്താൽ ക്യാഷ്. ശ്രദ്ധിക്കുക. ഇങ്ങനെ കോൺട്രാ എൻട്രി വന്നാൽ ആ കോൺട്രാ എൻട്രിൻ്റെ നേരെ, ആ ട്രാൻസാക്ഷൻ്റെ നേരെ ആ കോൺട്രാ എൻട്രി എഴുതി വെക്കുക. ബാങ്ക് ടു ക്യാഷ്. എന്നിട്ട് എഴുതി വെച്ചിട്ട് അത് 2 കൊണ്ട് പോസ്റ്റ് ചെയ്യുക. ഡെബിറ്റിക്ക് പോസ്റ്റ് ചെയ്യുക. ടു ക്യാഷ് എന്ന് കൊടുക്കുക. പിന്നെ എന്താ ഉള്ളത്? ബാങ്കുകൾ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള എന്തായാലും ഇവിടെ എഴുതില്ല. അതിൻ്റെ ഓപ്പോസിറ്റല്ലേ എഴുതുള്ളൂ. ആ ബാങ്ക് 2 കൊണ്ട് എടുത്ത് ചെയ്താൽ പിന്നെ ബാങ്ക് ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ പിന്നെ ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് എത്രയാണ്? ഡേറ്റ് രണ്ടിടത്തും ഡേറ്റ് കൊടുക്കാനുണ്ടോ? 13. പിന്നെ എന്താ ചെയ്യേണ്ടത്? ലെഡ്ജർ ഫോളിൽ സി എന്ന് മാർക്ക് ചെയ്യണം. കോൺട്രാ എന്ന് അറിയാൻ വേണ്ടി 2 സൈഡിലും ലെഡ്ജർ ഫോളിൽ സി എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ് ആണ് എമൗണ്ട് കൊടുക്കുക. കോൺട്രാ എൻട്രി വന്നാൽ ഓപ്പോസിറ്റ് ആണ് എമൗണ്ട് കൊടുക്കുക. ക്യാഷ് എഴുതി കൊടുത്ത് ബാങ്കിലാണ് എമൗണ്ട് കൊടുക്കുക. എത്ര എമൗണ്ട് വരുന്നത്? ക്യാഷ് എഴുതി കൊടുത്ത് ഇവിടെ കൊടുക്കുക, ബാങ്കിലാണ് എമൗണ്ട് കൊടുക്കുക. ബാങ്ക് എഴുതി കൊടുത്ത് ക്യാഷിലാണ് എമൗണ്ട് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, കോൺട്രാക്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഓപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കേണ്ടത്. അപ്പോഴേ നമ്മളെ ബാലൻസ് ശരിയാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം കൂടി പറയാം. കോൺട്രാ വന്നാൽ ആദ്യം ആ ട്രാൻസാക്ഷൻ്റെ എൻട്രി അവിടെ എഴുതിക്കുക, ബാങ്ക് ടു ക്യാഷ്. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുക. പിന്നെ ബാക്കി എന്തെങ്കിലും കണ്ടല്ലേ എഴുതാണ്ടാവുള്ളൂ. ബാങ്ക് ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്യുക, ഡേറ്റ് കൊടുക്കുക, എഡ്ജർ ഫോളിൽ സി എന്ന് മാർക്ക് ചെയ്യുക, സി എന്ന് കൊടുക്കുക കോൺട്രാ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓപ്പോസിറ്റ്. പിന്നെ എമൗണ്ട് കൊടുക്കുമ്പോൾ ക്യാഷ് എഴുതി കൊടുത്ത് ബാങ്കിൽ എമൗണ്ട് കൊടുക്കുക, ബാങ്ക് എഴുതി കൊടുത്ത് ക്യാഷിന് എമൗണ്ട് കൊടുക്കുക. ഓപ്പോസിറ്റാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുക. അങ്ങനെ ഓപ്പോസിറ്റ് കൊടുക്കുക. എന്തിനാണ് ഓപ്പോസിറ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് കൊടുക്കുമ്പോഴാണ് ശരിയുള്ളൂ. കാരണം നമ്മളെ എൻട്രി എന്താ വരുന്നത്? ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്കാണ്. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ബാങ്കിൽ കൂടണ്ടേ? ബാങ്കിൽ കൂടണമെങ്കിൽ എന്ത് വരണം? ബാങ്കിൽ ഡെബിറ്റിലെ എമൗണ്ട് വരണം അല്ലേ? പക്ഷെ ഇവിടെ ക്യാഷ് തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ക്യാഷ് എഴുതി ഡെബിറ്റിലെ എമൗണ്ട് കൊടുക്കുമ്പോഴേ ബാങ്കിൽ കൂടുള്ളൂ. പിന്നെ അതിൻ്റെ എൻട്രി എന്താ? ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് ടു ക്യാഷ് ആണ്. ക്യാഷിൽ കുറയണം അല്ലേ? ക്യാഷിൽ കുറയണമെങ്കിൽ ക്യാഷ് ക്രെഡിറ്റിൽ വരണ്ടേ? അവിടെ ബാങ്ക് ചെയ്താണ്ട് ഇവിടെ ക്യാഷിൽ ക്രെഡിറ്റിൽ കൊടുക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ക്യാഷിൽ എമൗണ്ട് കൊടുക്കുമ്പോൾ ക്യാഷിൽ കുറയുള്ളൂ. ക്യാഷ് ക്രെഡിറ്റിലല്ലേ കൊടുക്കണ്ടേ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്പോസിറ്റാണ് നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഓപ്പോസിറ്റാണ് എമൗണ്ട് കൊടുക്കുക. അപ്പോഴേ നമ്മളെ ബാലൻസ് ശരിയാവുന്നുള്ളൂ. നെക്സ്റ്റ് എൻട്രി എന്താ? പർച്ചേസ്ഡ് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങില്ലേ? നമുക്കറിയാം 16-ാം തീയതി പർച്ചേസ് സ്റ്റേഷനറി വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ്സ് നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ബാങ്കിനായിട്ട് ബന്ധമില്ല അല്ലേ? നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയാൽ അസറ്റ് കുറഞ്ഞ ക്രെഡിറ്റ് അല്ലേ? ക്യാഷ് ക്രെഡിറ്റിലാണ് കൊടുക്കേണ്ടത് അല്ലേ? ക്രെഡിറ്റിൽ ക്യാഷ് കൊടുക്കുക. എത്ര എമൗണ്ട്? സ്റ്റേഷനറി ഐറ്റംസ് എത്ര എമൗണ്ട്? 150. പർട്ടിക്കുലേഴ്സിൽ സ്റ്റേഷനറി എന്ന് കൊടുക്കുക. ക്യാഷിന് ഓപ്പോസിറ്റ് അവിടെ എന്താ ഉള്ളത്? സ്റ്റേഷനറി ആണ്. പിന്നെ ഡേറ്റ് എത്രയാണ്? ഡേറ്റ് 16. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ? 19 അല്ലേ? 19th.
റിസീവ്ഡ് കമ്മീഷൻ സ്വീകരിച്ചു അല്ലേ, കമ്മീഷൻ സ്വീകരിച്ചാൽ ക്യാഷ് ബിസിനസ്സിലേക്ക് വരാൻ അസറ്റ് കൂടെ ഡെബിറ്റ്. അപ്പോൾ ക്യാഷ് ഡെബിറ്റിലാണ് വരിക, കാരണം ക്യാഷ് കൂടല്ല, ക്യാഷ് കൂടുന്ന ഡെബിറ്റ് അത് കൊടുക്കും അല്ലേ, ക്യാഷ് അക്കൗണ്ട് എത്ര എന്ന് വരിക അല്ലേ, ക്യാഷ് ടു കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഡെബിറ്റിൽ ക്യാഷ് കൊടുക്കുക. എത്ര എമൗണ്ട് കമ്മീഷൻ കിട്ടിയത് 350. അതിന് ക്യാഷിന് ഓപ്പോസിറ്റ് എന്താ ഉള്ളത്, കമ്മീഷൻ അല്ലേ, ക്യാഷ് ടു കമ്മീഷൻ എന്നാണല്ലോ. അപ്പോൾ കമ്മീഷൻ കൊണ്ട് പോസ്റ്റ് ചെയ്തു. പിന്നെ ഡേറ്റ് എത്രയാണ്, 19 അല്ലേ, 19th. ഓക്കെ, അതും എഴുതി. അടുത്ത് 21th ശ്രദ്ധിക്കുക. 21th എന്താ പറയുന്നത്, 21-ാം തീയതി ട്രാൻസാക്ഷൻ വായിച്ചു നോക്കൂ. 21 പറയുന്നത് വിഡ്യൂ ക്യാഷ് ഫ്രം ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിലേക്കാണ് ക്യാഷ് വരുന്നത് അല്ലേ. കയ്യിലുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൂടും, ക്യാഷ് കൂടി അസറ്റ് കൂടി റൂൾസ് ഡെബിറ്റാണ്. ഇവിടെ ക്യാഷ് അക്കൗണ്ടറ്റർ ടു ഇവിടെ കുറയുണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറയും, ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ, ടു ബാങ്ക്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കോൺട്രാ അല്ലേ, ക്യാഷും ബാങ്കും ആണ്. അപ്പോൾ കോൺട്രാ എൻട്രിയാണ് ഇത് വരുന്നത്. കോൺട്രാ എൻട്രി വന്ന് അങ്ങനെ എഴുതി വെക്കുക, ജേണൽ എൻട്രി ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. ടു എടുക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഡെബിറ്റിക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ടു ബാങ്ക് അല്ലേ, അങ്ങനെ വരിക ടു ബാങ്ക്. ഓപ്പോസിറ്റ് എന്താ ഉള്ളത്, ക്യാഷ്. അപ്പോൾ ബൈ ക്യാഷ് എന്ന് കൊടുക്കുക. പിന്നെ ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് എത്ര വരുന്നത്, 21. രണ്ട് സൈഡിലും ഡേറ്റ് കൊടുക്കുക, 21. ലെഡ്ജർ ഫോളിയിൽ സി എന്ന് കൊടുക്കുക, കോൺട്രാ എൻട്രി ആണ്. ഇപ്പോൾ ലെഡ്ജർ ഫോളിയിൽ സി എന്ന് കൊടുക്കുക. എമൗണ്ട് കൊടുക്കേണ്ടത് എങ്ങനെ പറഞ്ഞു, ഓപ്പോസിറ്റ് എമൗണ്ട്, ബാങ്ക് എഴുതി കൊടുത്ത് ക്യാഷിലെ എമൗണ്ട് കൊടുക്കുക അല്ലേ, ബാങ്ക് എഴുതി കൊടുത്ത് ക്യാഷിലെ എമൗണ്ട് കൊടുക്കുക. അതേപോലെ തന്നെ ക്യാഷ് എഴുതി കൊടുത്ത് ബാങ്കിലും എമൗണ്ട് കൊടുക്കുക, 750. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ, റെന്റ് പെയ്ഡ് ബൈ ചെക്ക് അല്ലേ, 23. റെന്റ് പെയ്ഡ് ബൈ ചെക്ക്, റെന്റ് കൊടുത്തു, ചെക്കായിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ കുറേയുണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറയുണ്ട് അല്ലേ. ആ ബാങ്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കുറയില്ലേ, എത്ര എമൗണ്ട്, റെന്റ് പെയ്ഡ് ബൈ ചെക്ക് 450 ബാങ്കിലാണ് വരിക, കാരണം ചെക്കായിട്ട് കൊടുത്തത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്, റെൻ്റാണ് വരുന്നില്ല. അതിൻ്റെ എൻട്രി എന്താ വരിക, റെന്റ് ടു ബാങ്കാണ് വരിക, ബാങ്കിലെല്ലാം കുറയുണ്ട്. അപ്പോൾ അതിൻ്റെ ബാങ്കിന് ഓപ്പോസിറ്റ് എന്നുള്ള റെന്റ്. ഡേറ്റ് എത്രയാണ്, ഡേറ്റ് 23 അല്ലേ, റെൻ്റ് എന്ന് കൊടുക്കുക. ഡേറ്റ് 23. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 25 അല്ലേ, ഡ്യൂ ക്യാഷ് ഫ്രം ബാങ്ക്. ഡ്യൂ എന്ന് പറഞ്ഞാൽ പിൻവലിച്ചു. 25-ാം തീയതി ട്രാൻസാക്ഷൻ ഡ്യൂ പിൻവലിച്ചു. ക്യാഷ് ഫ്രം ബാങ്കിൽ നിന്ന് പിൻവലിച്ചു ഫോർ പേഴ്സണൽ യൂസ്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് പിൻവലിച്ചു ₹600. ബാങ്കിൽ നിന്ന് പിൻവലിച്ച ഇവിടെ കുറയും, ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറയും, അസറ്റ് പറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പോൾ ബാങ്കിൽ എന്താ തുക എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എത്ര പിൻവലിച്ചിട്ടുള്ളത്, ₹600 ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ളത്. വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് പിൻവലിച്ചാൽ നമ്മൾ അതിനൊരു പേര് പറയും, എന്താണ്, അതാണ് ഡ്രോയിങ്സ് അല്ലേ. അപ്പോൾ അതിൽ ബാങ്കിന് ഓപ്പോസിറ്റ് ആ ട്രാൻസാക്ഷൻ എന്താ വരിക, ഡ്രോയിങ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇനി എൻട്രി എന്താ ശരിക്കും വരിക, ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് വരില്ല, ടു ബാങ്കാണ്, ബാങ്ക് എന്നാണ് പിൻവലിക്കുന്നത്. അപ്പോൾ ബാങ്കിന് ഓപ്പോസിറ്റ് എന്താ എഴുതിക്കുക, ഡ്രോയിങ്സ്. ഡേറ്റ് 25. ഓക്കെ, അടുത്ത 27th 27-ാം തീയതി ട്രാൻസാക്ഷൻ റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ്. സെയിൽ ചെയ്തപ്പോൾ നമ്മൾ ക്യാഷിന് കിട്ടി, ക്യാഷ് വന്നാൽ അസറ്റ് കൂടി ഡെബിറ്റ്. അപ്പോൾ ആ തുക ആ ക്യാഷിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. എവിടെ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്, ആ ക്യാഷിൽ ആ തുക ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിൽ തുക ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കിട്ടിയതാണ്, നമ്മൾ സെയിൽ ചെയ്തപ്പോൾ ക്യാഷ് കിട്ടിയത്. എത്ര കിട്ടിയിട്ടുണ്ട്, 2400 നമുക്ക് കിട്ടിയിട്ടുണ്ട് സെയിൽ ചെയ്തപ്പോൾ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക, ക്യാഷിന് സെയിൽസ് എന്ന് വരും അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് സെയിൽസ് ആണ് എൻട്രി. 27, ഡേറ്റ് 27. ഓക്കെ, അടുത്തത് 28, 28-ാം വിഡ്യൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് പിൻവലിച്ചു ₹300. എന്തായാലും ക്യാഷ് പിൻവലിച്ചാൽ ക്യാഷ് കുറയാണ്, ക്യാഷ് പറഞ്ഞാൽ അസറ്റ് പറഞ്ഞാൽ ക്രെഡിറ്റാണ്, ക്രെഡിറ്റിലാണ് എമൗണ്ട് വരും, ക്യാഷിലാണ് വരും. ബാങ്കിൽ നിന്ന് പറയണില്ല, അതുകൊണ്ട് നമ്മൾ ക്യാഷിൽ കൊടുക്കുക. എത്ര എമൗണ്ട്, 300. എന്താ വരിക, അത് ഡ്രോയിങ്സ് ആണ്, വ്യക്തിപരമായ ആവശ്യമാണ്, ഡ്രോയിങ്സ് ആണ്. ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് എത്രയാണ്, 28 അല്ലേ. നെക്സ്റ്റ് എന്താണ്, 29th ഇഷ്യൂഡ് എ ചെക്ക് ടു രമേശ്. രമേശിന് ചെക്ക് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഒരു ക്രെഡിറ്റ് സൈഡിലേ വരുള്ളൂ. ഒരു ബാങ്കിൽ നിന്ന് കൊടുത്താൽ അവിടെ ബാങ്കിലാണ് കുറയുന്നത്. ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറയാൻ, അസറ്റ് കുറഞ്ഞ റൂൾസ് ക്രെഡിറ്റ്. ആ ബാങ്കിലാണ് ആ തുക ക്രെഡിറ്റ്. എത്ര എമൗണ്ട്, ചെക്കാണ് വന്നിട്ടില്ലേ. എത്ര എമൗണ്ട്, 1000 അല്ലേ. അതിൽ ആ ചെക്കിന് ഓപ്പോസിറ്റ് എന്താ ഉള്ളത്, രമേശാണ്. അതിന് എൻട്രി എന്താ വരിക, രമേശ് ടു ബാങ്ക് എന്ന് വരും അല്ലേ. കാരണം രമേശ് ചെക്ക് കൊടുക്കുമ്പോൾ രമേശ് ടു ബാങ്ക്, രമേശ് നേരത്തെ നമ്മൾ ലാബിലിറ്റി ആവും അല്ലേ. ലാബിലിറ്റി കുറഞ്ഞ റൂൾസ് എന്താവും, ഡെബിറ്റ്. അതുകൊണ്ട് രമേശിന് ഡെബിറ്റ് ചെയ്ത്. അപ്പോൾ രമേശ് ടു ബാങ്ക്, ബാങ്കിൽ കുറയാൻ രമേശിന് ചെക്ക് കൊടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ രമേശ് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്ത് തുക. അതിൻ്റെ ഓപ്പോസിറ്റ് രമേശിന് എഴുതി. പിന്നെ 30 ട്രാൻസാക്ഷൻ, സോറി അത് 30 ഡേറ്റ്. 30 അല്ലേ, 29th ആണ് ഡേറ്റ്. 29, 29 ഡേറ്റ് കേട്ടോ. ഇനി അടുത്ത 30
അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺട്രാൻഡിയാണ്. ഒന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ, പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് ക്യാഷ് കൊടുത്തു. ബാങ്കിലേക്ക് ക്യാഷ് കൊടുത്തു. ആ ബാങ്ക് തന്നെ അസറ്റ് കൂടുക, അസറ്റ് കൂടി അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബാങ്കിലേക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയാണ്. കയ്യിലെ ക്യാഷ് കുറയാന്ന് പറഞ്ഞാൽ കയ്യിലെ ക്യാഷ് എന്താണ്, അസറ്റാണ്. അസറ്റ് കുറയാന്ന് റൂൾസ് എന്താ, ക്രെഡിറ്റ് ആണ്. ടു ക്യാഷ്. അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും, ടു ക്യാഷ് അക്കൗണ്ട്. അവിടെ ശ്രദ്ധിക്കുക, കോൺട്രാൻഡിയാണ്. ബാങ്ക് 30-ാം തീയതി ട്രാൻസാക്ഷൻ പെയ്ഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അവിടെ ആദ്യം ടു പോസ്റ്റ് ചെയ്യുക, ടു ക്യാഷ്. കണ്ട, അപ്പോൾ വഴിക്കൂല. അങ്ങനെ ചെയ്താൽ മതി. ആദ്യം ഡെബിറ്റുകൾ പോസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് ഡെബിറ്റുകൾ അത് ഇങ്ങനെ ഏതിൻ്റെ മാത്രം കോൺട്രാൻഡിക്ക് മാത്രമേ രണ്ട് സൈഡിലും വരുള്ളൂ. അത് മാത്രം ജേണലുണ്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുക. രണ്ട് സൈഡ് ടു ക്യാഷ് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യും, അപ്പോൾ ബാങ്കിൽ നിന്ന് വരും, ബൈ ബാങ്ക് അല്ലേ. പിന്നെ എന്ത് ചെയ്യുക, ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് എത്രയാണ്, 30. ഇതേ ഓർഡറിൽ തന്നെ എഴുതി പോവുക. പിന്നെ എന്ത് ചെയ്യുക, ലെഡ്ജർ ഫോളി സി എന്ന് മാർക്ക് ചെയ്യുക. കോൺട്രാന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സി എന്ന് മാർക്ക് ചെയ്യുക. കോൺട്രാന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ലെഡ്ജർ ഫോളിയോ കോളത്തിലാണ് മാർക്ക് ചെയ്യേണ്ടത്. സി എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കുക. ക്യാഷ് എഴുതി കൊടുത്ത് എമൗണ്ട് കൊടുക്കുക. ക്യാഷ് എഴുതി കൊടുത്ത് ബാങ്കിലാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. ബാങ്ക് എഴുതി കൊടുത്ത് ക്യാഷിൽ എമൗണ്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകണം, ഉറപ്പാണ്. പേയ്മെൻറ്റ്സ് ആണ്, ക്രെഡിറ്റ് സൈഡിലാണ്. പക്ഷേ ബാങ്ക് ചാർജസ് ഓടുന്ന പോയിന്റ് ബാങ്കിൽ നിന്നാണ് ബാങ്ക് പിടിക്കേണ്ടത്. അപ്പോൾ ബാങ്കിലാണ് ആ തുക ക്രെഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ബാങ്ക് ചാർജസ് 50, അത് ബാങ്ക് ചാർജസ് കൊടുക്കുക. ബാങ്ക് ചാർജസ്, ബാങ്ക് ചാർജസ് അതേ ഡേറ്റിന് 30-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ തന്നെയാണ് കേട്ടോ. ഇനി ഇതെന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഇവിടെ രണ്ട് അക്കൗണ്ട് ഒക്കെ നമ്മൾ സിംഗിൾ കോൾ ആയപ്പോൾ ഒറ്റ അക്കൗണ്ട് ഉള്ളതിന് ഇവിടെ രണ്ട് അക്കൗണ്ടിൽ ഇപ്പോൾ രണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ക്യാഷും ബാലൻസ് ചെയ്യുക, ബാങ്കും ബാലൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം കൊണ്ട് വരച്ചിടുക. ആദ്യം ഞാൻ പിന്നെ ഈ സൈഡിൽ ക്വസ്റ്റ്യൻ ആണ്. അത് ഇതിനായിട്ട് ബന്ധമില്ല. ഇവിടെ നിന്നാണ്ട് വരെ കോളുള്ളത്, ഇവിടെ നിന്ന് അങ്ങോട്ട് കോളുള്ളത്. അപ്പോൾ ആദ്യം ഇതിൽ ക്യാഷും ബാലൻസ് ചെയ്യാം നമുക്ക് കേട്ടോ. ആദ്യം ക്യാഷ്, ഇവിടുത്തെ ക്യാഷ് കോളം വരക്കുക, ടോട്ടൽ ഇതേപോലെ നേരെ എന്ത് ചെയ്യുക, ഒരേപോലെ ക്യാഷും ടോട്ടൽ എന്നിട്ട് പിന്നെ ബാങ്കും ഉണ്ടാവും. ആ ക്യാഷിൻ്റെ ഇത് ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ നോക്കുക. ക്യാഷിൻ്റെ നമ്മൾ കൂട്ടി നോക്കുക. ക്യാഷിൻ്റെ കൂട്ടി നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡാണ്. ഇത് സാധാരണ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യലുണ്ട്. കൂടുതൽ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക, കുറവുള്ളവർക്ക് കൈഡം കൊടുക്കുക, ഓപ്പോസിറ്റ് ബ്രോ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് വരുന്നത് ഡെബിറ്റ് സൈഡ് വരുന്നത് 8400. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് 8400 വരും, 8400. ക്രെഡിറ്റ് സൈഡിലാണ് കുറവുള്ളത്. അപ്പോൾ കുറവുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ബാലൻസ് ക്യാരിഡ് ഓൺ. എത്രൻ്റെ കുറവുണ്ട് ക്രെഡിറ്റ് സൈഡ്? 3250 കുറവുണ്ട്. കാരണം 3250 കുറവ് അങ്ങനെ 8400. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അതിന് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡാണ് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 3400 കിട്ടും. 3400 3400 3250, 3250. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇനി അത് ക്യാരി ഡൗൺ ചെയ്യണമെങ്കിൽ ബ്രോ ഡൗൺ ചെയ്യുക. ബാലൻസ് ബ്രോ ഡൗൺ 3250. ഇപ്പോൾ നമ്മൾ ക്യാഷ് കോളം മാത്രം ടോട്ടലും ബാലൻസ് ചെയ്തു. ക്യാഷ് കോളം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. രണ്ട് സൈഡും ടോട്ടലായിട്ട് ചെയ്ത് 8400. ക്രെഡിറ്റ് സൈഡ് കുറവുണ്ടാവും. ബാലൻസ് ക്യാരി ഡൗൺ എത്ര ഉണ്ട്, 3250. വീണ്ടും ബ്രോ ഡൗൺ നേരെ ഓപ്പോസിറ്റ് ടോട്ടലിനെ താഴേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ടോട്ടലിന് മുകളിലാണ് ബാലൻസ് ക്യാരി ഡൗൺ എഴുതുക, ടോട്ടലിന് താഴെയാണ് ബാലൻസ് ബ്രോ ഡൗൺ എഴുതുക, ഏത് സൈഡിൽ വന്നാൽ. ഇനി ബാങ്കും എന്ത് ചെയ്യാം, ഇനി ബാങ്കും ടോട്ടൽ ബാലൻസ് ചെയ്യാം. ബാങ്കും ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് എത്ര വരുന്നുണ്ട്, 10,900 വരുന്നുണ്ട്. 10,900 ഡെബിറ്റ് സൈഡ് കേട്ടോ. ഡെബിറ്റ് സൈഡ് 10,900 വരുന്നുണ്ട്. രണ്ട് സൈഡ് ഒരേപോലെ ടോട്ടൽ ചെയ്യുക. കുറവുള്ളത് ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡിൽ അതിന് ക്യാരി ഡൗൺ കൊടുക്കുക. അതിന് ക്യാരി ഡൗൺ വരുമ്പോൾ ഡെബിറ്റിൽ നിന്ന് ക്രെഡിറ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് 5,800 വരുന്നത്. 5,800 അതിൻ്റെ ക്യാരി ഡൗൺ. അത് ഇതേപോലെ ഇങ്ങോട്ട് എഴുതാം, 5,800 കൊണ്ട് എഴുതാം കേട്ടോ. ഒറ്റ ബാലൻസ് ക്യാരി ഡൗൺ, ഒറ്റ ബാലൻസ് ബ്രോ ഡൗൺ എഴുതാം. രണ്ട് കോളത്തിൽ നേരെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്കിലേക്ക് ഇതിലിപ്പോൾ എക്സ്ട്രാ ഉള്ളത് എന്താ, ഇപ്പോൾ ഒരു ബാങ്ക് കോൾ എക്സ്ട്രാ ഉണ്ട്. അത് ബാങ്കിലേക്ക് വരുന്ന ക്യാഷ് ഡെബിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് പോകുന്ന ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് കോളം പറഞ്ഞ പോലെ ക്യാഷിലേക്ക് വരുന്ന നമ്മൾ കയ്യിലേക്ക് വരുന്ന ക്യാഷ് ഡെബിറ്റ് ചെയ്യുക, കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് കോളാകുമ്പോൾ ബാങ്ക് കോളാകുമ്പോൾ ബാങ്കിലേക്ക് വരുന്ന ഡെബിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് കൊണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കോൺട്രാൻഡിയാണ്. ഇപ്പോൾ ഡബിൾ കോളത്തിൻ്റെ പ്രത്യേകത കോൺട്രാൻഡിയാണ്. കോൺട്രാൻഡി എഴുതുമ്പോൾ നമ്മൾ നോക്കണം, ബാങ്കും ട്രാൻസാക്ഷൻ വായിച്ച് നോക്കണം. അതിൽ ബാങ്കും ക്യാഷും വരുന്ന എൻട്രികൾ, ബാങ്ക് മാത്രം പോരാതെ ക്യാഷ് മാത്രം പോരാ, ബാങ്കും ക്യാഷും വരുന്ന എൻട്രികൾ കംപ്ലീറ്റ് കോൺട്രാൻഡീസാണ്. കോൺട്രാൻഡി ആകുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും പോസ്റ്റ് ചെയ്യും.
പോസ്റ്റ് ചെയ്യേണ്ട രൂപം ഞാൻ പറഞ്ഞു. ആ കോൺട്രാക്റ്റിൻ്റെ നേരെ എൻട്രി എഴുതി വെക്കുക. എൻട്രി എഴുതി വെച്ചിട്ട് ടു ആദ്യം ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുക, ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡിലേക്കും പോസ്റ്റ് ചെയ്യുക. ലെഡ്ജർ പിന്നെ ഡേറ്റ് കൊടുക്കുക, രണ്ട് സൈഡിൽ ഡേറ്റ് കൊടുക്കുക. ലെഡ്ജർ ഫോളിൽ സി എന്ന് മാർക്ക് ചെയ്യുക. എമൗണ്ട് കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കുക. ക്യാഷ് എഴുതി കൊടുത്ത് ബാങ്കിൽ എമൗണ്ട് കൊടുക്കുക, ബാങ്ക് എഴുതി കൊടുത്ത് ക്യാഷിൽ എമൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഡബിൾ കോളത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ചെക്ക് റിസീവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ രാജു എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ബാങ്ക് വരില്ല. ചെക്ക് റിസീവ് ചെയ്തിട്ടുള്ളൂ, ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ക്യാഷ് ടു രാജു എന്നേ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ഡേറ്റിൽ തന്നെ ചെക്ക് റിസീവ് ചെയ്യും. ഇപ്പോൾ ഇന്ന് ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ രാജു ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ചെക്ക് ഇപ്പോൾ ഒരു ഡേറ്റിൽ തന്നെ, ഈ ഡേറ്റിൽ തന്നെ, ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ തന്നെ ചെക്ക് റിസീവ് ചെയ്തു, ഇന്ന് തന്നെ ബാങ്ക് കൊടുത്താലും കോൺട്ര വരിക. കാരണം ഒരു ഡേറ്റിൽ തന്നെ ചെക്ക് റിസീവ് ചെയ്തിട്ട് അതേ ഡേറ്റിൽ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ കോൺട്ര വരുന്നില്ല. ആ ബാങ്ക് ടു രാജു എന്നേ വരുന്നുള്ളൂ. ബാങ്കിൽ ആ തുക കൂടിയതായിട്ട് കാണും, രാജു എന്ന് പറഞ്ഞാൽ ഡെപ്റ്റർ കുറഞ്ഞതായിട്ട് കാണും. ഈ രണ്ട് ഡേറ്റ് റിസീവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഡേറ്റ് റിസീവ് ചെയ്തിട്ട് മറ്റൊരു ഡേറ്റ് കൊടുക്കുമ്പോൾ കോൺട്രാവും. അപ്പോൾ ഒരു ഡേറ്റിൽ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് ടു രാജു. ഇപ്പോൾ രണ്ടാമത്തെ ഡേറ്റിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് എന്നാണ് അസറ്റ് കൂടി, ക്യാഷ് ആണ് അസറ്റ് കുറവ്. ബാങ്ക് ടു ക്യാഷ് എന്ന് വരും. ഒരു ഡേറ്റിൽ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് ടു രാജു എന്ന് വരും. അപ്പോൾ 10-ാം തീയതി ആണ് അസ്യൂം ചെയ്യുക. 10-ാം തീയതി നേരത്തെ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ 10-ാം തീയതി രാജുവിൻ്റെ അടുത്ത് ചെക്ക് റിസീവ് ചെയ്തു, ക്യാഷ് ടു രാജു എന്ന് വരും. ഇനി 11-ാം തീയതി കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, ബാങ്ക് എന്നാണ് അസറ്റ് കൂടും, നമ്മുടെ കയ്യിലെ ക്യാഷ് ബാങ്ക് ടു ക്യാഷ്. അപ്പോൾ രണ്ടാമത് ഡേറ്റിൽ ഒരേ ഡേറ്റിൽ അല്ലെങ്കിൽ കോൺട്ര വരുള്ളൂ. ഒരു ഡേറ്റിൽ ചെക്ക് റിസീവ് ചെയ്തിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ കോൺട്ര ആവില്ല. ഒരു ഡേറ്റിൽ ചെക്ക് റിസീവ് ചെയ്തു മറ്റൊരു ഡേറ്റ് കൊടുക്കുമ്പോൾ എന്താവും, അത് കോൺട്ര ആവും. ഇത്രയേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഇതിപ്പോൾ എന്താ ചെയ്ത് എൻ്റെ കൂടെ ഞാൻ പറയുമ്പോൾ തന്നെ ചെയ്തു പോകുക, അല്ലെങ്കിൽ ഇത് കേട്ടിട്ടെല്ലാം വീഡിയോ കണ്ടിട്ട് പിന്നെ ഒരു പ്രാവശ്യം വീഡിയോ കാണാം, രണ്ടാമത്തെ പ്രാവശ്യം വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്തു പോവുക. ക്വസ്റ്റ്യനൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ വായിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ വായിക്കുന്നുണ്ടാവും, വായിക്കുമ്പോൾ നിങ്ങൾ എഴുതിയെടുക്കുക. നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തരാം, ഇവിടെ എഴുതുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഹോംവർക്കായിട്ട് ഒരു ഡബിൾ കോളത്തിൻ്റെ ക്വസ്റ്റ്യൻ, ഞാൻ ഹെഡിങ് ഒന്നും കൊടുക്കണില്ല, നിങ്ങൾ വേണമെങ്കിൽ എഴുതിച്ചോളൂ. ഹെഡിങ് ഫസ്റ്റ് പറയുമ്പോൾ ഫ്രം ദി ഫോളോ ഇൻഫർമേഷൻ പ്രിപ്പയർ ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളം ആൻഡ് ബാലൻസ് ഷീറ്റ്. ക്വസ്റ്റ്യൻ മാത്രം ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. 2017 മാർച്ച് 1. അത് വായിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക, വായിച്ചിട്ട് വീഡിയോ കാണും, വായിച്ചിട്ട് ഓപ്പണിംഗ് ബാലൻസ് ചെയ്തിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ഇൻ ഹാൻഡ് റുപ്പീസ് 2100 ക്യാഷ് അറ്റ് ബാങ്ക് 4400. ഇതൊന്ന് ക്യാഷിൻ്റെ ബാലൻസ്, ഒന്ന് ബാങ്കിൻ്റെ ബാലൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക. നേരത്തെ പറഞ്ഞ എന്താ, ഡെബിറ്റ് സെൽ ടു ബാലൻസ് പ്ലോഡ് എന്നിട്ട് കൊടുക്കുക, ക്യാഷിൻ്റെ ക്യാഷിലും ബാങ്കിൻ്റെ ബാങ്കിലും കൊടുക്കുക. നെക്സ്റ്റ് 5th 5-ാം തീയതി ക്യാഷ് സെയിൽസ്, 5-ാം തീയതി ക്യാഷ് സെയിൽസ് റുപ്പീസ് 3000. അടുത്ത 6-ാം തീയതി ക്യാഷ് പർച്ചേസ് 4000. അടുത്തത് 7-ാം തീയതി പെയ്ഡ് ടു അൻവർ ബൈ ചെക്ക് റുപ്പീസ് 2300. 10-ാം തീയതി ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കോൺട്രാൻഡിയാണ് അല്ലേ, 1600. ബാങ്കും ക്യാഷ് വരുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് കോൺട്രാൻഡിയാണ്.
രണ്ട് സൈഡിലേക്കും നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 12-ാം തീയതി റിസീവ്ഡ് എ ചെക്ക് ഫ്രം ദാസ്, റിസീവ്ഡ് എ ചെക്ക് ഫ്രം Arun, received a check from Arun and deposited into bank, and deposited into bank rupees 3,000. ഇത് ബോർഡ് ശരിക്കും ക്ലിയർ ആവാത്ത ശ്രദ്ധിക്കുക. ഞാൻ വായിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ എഴുതിയാൽ മതി. ഓക്കെ. 15-ാം തീയതി 15 പർച്ചേസ്ഡ് പോസ്റ്റേജ് സ്റ്റാമ്പ് റുപ്പീസ് 250. അടുത്ത് റിസീവ്ഡ് കമ്മീഷൻ rupees 400. 20 വിഡ്യൂ ക്യാഷ് ഫ്രം ബാങ്ക്. ശ്രദ്ധിക്കുക, വിഡ്യൂ ക്യാഷ് ഫ്രം ബാങ്ക് കോൺട്രാൻഡിയാണ് കേട്ടോ. വിഡ്യൂ ക്യാഷ് ഫ്രം ബാങ്ക് rupees 800. ഇത് കോൺട്രാൻഡിയാണ്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്താണ്, ഇപ്പോൾ കോൺട്രാൻഡിയാണ്. അപ്പോൾ എന്ത് വരും? ക്യാഷ് ടു ബാങ്ക് വരും അല്ലേ. 24 പെയ്ഡ് സാലറി ബൈ ചെക്ക്. സാലറി കൊടുത്ത് ചെക്ക് ആയിട്ടാണ്. അപ്പോൾ ബാങ്കിനല്ല ക്രെഡിറ്റ് ചെയ്യുക, ക്യാഷിനല്ല ക്രെഡിറ്റ് ചെയ്യുക, ബാങ്കിനാണ് ക്രെഡിറ്റ് ചെയ്യുക. 600 rupees 600. ഓക്കെ. 26 ഡ്യൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് ബാങ്കിൽ നിന്നാണ് പിൻവലിച്ചത്. rupees 700. 700. 28 received cash on sales. rupees 2,500. 2,500. 29 issued a check to Ram. Issued a check to Nizar. rupees 1,200. വീണ്ടും 29 തന്നെ വിഡ്യൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. വിഡ്യൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് rupees 400. 400. 30 paid into bank rupees 1,500. പ്രത്യേകം ശ്രദ്ധിക്കാതെ കോൺട്രാൻഡിയാണ് അല്ലേ. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ്? കോൺട്രാൻഡിയാണ്. ബാങ്ക് ടു ക്യാഷ് ആണ്. അപ്പോൾ ഇത് കോൺട്രാൻഡിയാണ്. അതുപോലെ തന്നെ 3 കോൺട്രാൻഡി പറഞ്ഞു. 10-ാം തീയതി 20-ാം തീയതി 30. മൂന്നും എന്തെങ്കിലും രണ്ട് സൈഡിലും കൊടുക്കണം കേട്ടോ. 31 ബാങ്ക് ചാർജസ് rupees 75. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ 3 കോൺട്രാൻഡി വരുന്നുണ്ട്. ആ കോൺട്രാൻഡി പോസ്റ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. കോൺട്രാൻഡി ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് ആൻസർ വരിക ഇതിന് ക്യാഷ് ബാലൻസ് വരാം 1050 ക്യാഷ് ബാലൻസ് വരാം. ഇത് ചെയ്യുമ്പോൾ കിട്ടുക ക്യാഷ് ബാലൻസ് 1050 കിട്ടും. ബാങ്ക് ബാലൻസ് എത്ര കിട്ടും? ബാങ്ക് ബാലൻസ് വരിക 4825 കിട്ടും. 4825 കിട്ടും കേട്ടോ.
അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ഈ ഹോംവർക്ക് ചെയ്യണം. ഇത് കാണുന്ന എല്ലാവരും ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സിംഗിൾ കോളം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഡബിൾ കോളം വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഇതിൽ പിന്നെ വരുന്ന ഭാഗം ഡബിൾ കോളത്തിൽ വരുന്ന കോൺട്രാക്റ്റ് പിന്നെ ചെക്ക് റിസീവ് ചെയ്യേണ്ടത്, ചെക്ക് റിസീവ് ചെയ്തിട്ട് ഇന്ന് തന്നെ കൊടുക്കുന്നത്, ചെക്ക് റിസീവ് ചെയ്തിട്ട് മറ്റൊരു ദിവസം കൊടുക്കുന്നത്, അതിൻ്റെയൊക്കെ ട്രാൻസാക്ഷനൊക്കെ പറഞ്ഞു. അതുപോലെ നിർബന്ധമായിട്ട് ഇപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ഇപ്പോൾ ഈ ബോർഡ് ക്ലിയർ ആവാത്തവർ ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ എഴുതി പോവുക. എന്നിട്ട് ഈ പ്രോബ്ലം നിർബന്ധമായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ പ്രോബ്ലം നിർബന്ധമായിട്ട് ചെയ്യുക. ഓക്കെ.